നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ മാസം മുതൽ ഭാഗ്യം കടന്നു വരുന്ന 10 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സകല കഷ്ടതകളും മാറുവാനായിട്ട് പോവുകയാണ്. ഇവരുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം പൂർണ്ണമായി മാറുകയാണ്. അതോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുന്നു, വലിയ രീതിയിലുള്ള സംരക്ഷണം ഉണ്ടാകുന്നു. ഇതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര ജാതകരാണ്. പ്രധാനമായിട്ടും ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടത്തിന്റെ ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പണത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു. എല്ലാ പ്രതിസന്ധികളും ഇവരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റുവാനായിട്ട് ഇവർക്ക് കഴിയുന്നു. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ പൂരുരുട്ടാതിയാണ്. നവംബർ മാസം തുടക്കം മുതൽ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ വരും. ഏറ്റവും പ്രധാനമായിട്ട് ഉന്നത വിജയമാണ്. മത്സരങ്ങളിലൊക്കെ ഉന്നത വിജയം ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. അതുപോലെ തന്നെ ധനത്തിലേക്കുള്ള ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നതും യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. പ്രധാനമായിട്ടും അസുഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ഇവരുടെ പ്രയാസങ്ങൾ, പ്രതികൂലമായ അവസ്ഥകൾ, ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കും. നാലാമത്തെ നക്ഷത്രം ചതയൻ നക്ഷത്രമാണ്. തീർച്ചയായിട്ടും വ്യാഴത്തിന്റെ 9ാം ഭാവത്തിൽ നോട്ടം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് വളരെ രീതിയിലുള്ള ഭാഗ്യം കടന്നു വരുന്നു. അതുപോലെ തന്നെ 5ാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഉത്രാടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ദോഷമൊന്നും ഉണ്ടാകാതെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് പ്രയാസങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ദിവസമാണ് ഇവർക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച്, കഷ്ടതകളെയൊക്കെ അതിജീവിച്ച് നല്ലൊരു വിജയമാണ് ഇവരുടെ ജീവിതത്തിൽ നേടുവാനായിട്ട് പോകുന്നത്. 6ാമത്തെ നക്ഷത്ര ജാതകർ മകേരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളെയും കഷ്ടങ്ങൾ അവസാനിക്കുകയാണ്. വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. നിങ്ങളുടെ ഭാഗ്യവും ഉയർച്ചയും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. 7ാമത്തേതും 8ാമത്തേതുമായ നക്ഷത്ര ജാതകർ തിരുവാതിരയും പുണർദവുമാകുന്നു. ഇതുവരെ ഇവർ അനുഭവിച്ച എല്ലാ മാനസിക സംഘർഷങ്ങളും, വിഷമങ്ങളും, പ്രയാസങ്ങളും എല്ലാം മാറുന്നു. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും. വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ 9ാമത്തേതും 10ാമത്തേതുമായ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ചിത്തിരയും ചോതിയുമാണ്. എല്ലാതര പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, ദുരിതങ്ങളും ഒക്കെ മാറിപ്പോകും. പല പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തീർത്തും നിങ്ങളുടെ ദുഃഖദുരിതങ്ങളെല്ലാം പാടെ മാറിപ്പോകും. ഈ നവംബർ മാസം ഈ 10 നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ അനുഗ്രഹമാണ് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.